മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ ഔട്ട് വിത്ത് മീ വ്ളോഗാണ്. എനിക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പുറത്ത് പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഡേ ഔട്ടും കൂടെ ആക്കാം. ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബസ് വന്നിട്ടില്ല. ഇവിടെ ബസ് നടത്തി 507 നമ്മളെ ബസ് നമ്പർ. അപ്പോൾ ആ ബസ്സിൽ കയറിയാൽ ഒരു ½ റൈഡ് ഉണ്ട്. അത്യാവശ്യം വെയിലുണ്ട്. നമുക്ക് സൺഗ്ലാസ് വയ്ക്കാം. അപ്പം ബസ്സിൽ കയറിയിട്ട് കാണാം. നാട്ടിലെ പോലെ കിളിയും കണ്ടക്ടറും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ ബസ്സിൽ. എല്ലാം ഡ്രൈവർ തന്നെയാണ്. നമ്മൾ കയറി വരുമ്പം അവിടെ പൈസ കൊടുക്കുക, വന്നിരിക്കുക. ബസ് ഇറങ്ങി ഈ റാമ്പ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാം. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പം ഇങ്ങനെ പോകേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് തന്നെ മാപ്പ് ഇട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കണേ. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ എത്തിയിട്ടോ സ്ഥലത്ത്, പക്ഷെ അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ടിരിക്കും. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ചിൽ ഔട്ട് ചെയ്യാൻ. ഇവിടെ നിയറസ്റ്റ് എന്തൊക്കെയാണുള്ളത് നോക്കാം, ഷോപ്പിങ്ങിനായിട്ട് പറ്റുന്ന. പിന്നെ മാപ്പ് നോക്കിയ സമയത്ത് ഇവിടെ നിയറസ്റ്റ് സെൻട്രൽ പോയിൻറ്റും അതുപോലെ ഒരു മീൻ മാർക്കറ്റ് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പം അവിടെ 2 സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം. പിന്നെ അവന്യൂസ് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ അവന്യൂസിലോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. ബിക്കോസ് കാണുമ്പോൾ ഇവിടെ നിയറസ്റ്റ് ആണെങ്കിൽ പോലും നടക്കാൻ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ബസ് കിട്ടലും കുറച്ച് ടാസ്ക്കാണ്, തിരിച്ച് പോകാനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഐഡിയ പോലെ നോക്കി ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ. 10-15 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. എപ്പോൾ കിട്ടും എന്നറിയില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറായി. അപ്പോൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു മാനേജർ എന്തോ മീറ്റിങ്ങിലാണ്. അപ്പം മാനേജർ ഒരു സൈനിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എപ്പോൾ കിട്ടും എന്നറിയില്ല. നമുക്കാണെങ്കിൽ അധികം ലേറ്റ് ആവാനും പറ്റില്ല. നോമ്പുള്ളതുകൊണ്ട് ഫുഡ് എന്തെങ്കിലും സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ചെന്നിട്ട് വേണം ഫുഡൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഒരു 3:30 ആകുമ്പോഴേക്ക് വീട്ടിൽ തിരിച്ചെത്തണം. ഇപ്പം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഇറങ്ങിയാൽ ഒരു 2 hours നമുക്ക് ഷോപ്പിംഗ് ഏരിയാസിൽ സ്പെൻഡ് ചെയ്യാം. അപ്പം എത്രത്തോളം ടൈം കിട്ടും എന്നറിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. വെയിറ്റ് സോറി. അപ്പം ഇന്നത്തെ പരിപാടി നടക്കൂല. വന്ന പരിപാടി നടന്നിട്ടില്ല. അവിടെ എന്തോ മാനേജർ എന്തോ മീറ്റിംഗ്, അപ്പം ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് നാളെ സെയിം ടൈമിൽ തന്നെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നാളെ വീണ്ടും സെയിം ലൊക്കേഷൻ. നല്ല വെയിലുണ്ട്. ഈ പുറകിൽ കാണുന്ന ഈ ഉണ്ട ഡിസൈൻ ഉണ്ടല്ലോ, ആ സാധനമാണ് അവന്യൂസ്. വെച്ചിട്ട് കാണുന്നതാണ് സെൻട്രൽ പോയിന്റ്. കാണാൻ പറ്റുന്നുണ്ടോ? സെൻട്രൽ പോയിന്റിൽ നമ്മൾ നാളെ പോവാൻ വിചാരിക്കുന്നത്. എന്തായാലും നാളെ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ. അപ്പം സെൻട്രൽ പോയിന്റിൽ നമുക്ക് നാളെ കയറാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഇന്ന് വീണ്ടും ഒന്നും കൂടെ പോയി നോക്കുകയാണ്. എന്തെങ്കിലും നടക്കുന്നുള്ള ഹോപ്പിൽ പോവാം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിൻ്റെ താഴെയാണ്. പിന്നെ ഇവിടുന്ന് ബസ് കയറി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഓക്കെയാണ്. ഒരു 5 മിനിറ്റ്സിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇവിടെ ഉള്ളിലുള്ള വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സെറ്റായിട്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് അന്നലെ ഇരുന്നത് സ്പോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. റെഡിയായി. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് സെൻട്രൽ പോയിന്റിൽ പോവാം. ഓക്കെ, ഇവിടെ കണ്ട ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്ന ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അടിപൊളിയായിട്ടുള്ള ഒരുവിധം എല്ലാ ബ്രാൻഡ്സും അവൈലബിളും ആണ്. അപ്പം എനിക്ക് ആക്ച്വലി കാര്യമായിട്ട് പർച്ചേസിങ് ഒന്നുമില്ല. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്കൊന്നും ജസ്റ്റ് കയറി നോക്കാം. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം. അതാണ് ഇന്ന് വിചാരിക്കുന്നത്. നമ്മളിതാ സെൻട്രൽ പോയിന്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറുമ്പം ഇവിടെയാണ് ലേഡീസ് വെയർ, മേക്കപ്പ് ഐറ്റംസ്, ബാഗ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. ഇവിടെ താഴെ ജെൻസ് വെയർ, അവിടുത്തെ സൈഡിൽ കിഡ്സ് വെയർ. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി നോക്കാം. ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഏകദേശം സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ഐറ്റംസൊക്കെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈദും കൂടെ അല്ലേ, അപ്പം പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിൻ്റർ വെയേഴ്സിന് ഇവർ ഓഫറിലിടും. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും വിൻ്റർ കഴിയാൻ നേരത്ത് വിൻ്റർ വെയേഴ്സും അതേപോലെ സമ്മർ കഴിയാൻ നേരത്ത് സമ്മർ വെയേഴ്സ് ഓഫറിലിടും. അപ്പം അങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഓഫർ പ്രൈസിൽ സാധനങ്ങൾ കിട്ടും. ഈ ടോപ്പ് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ സെയിം കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ പാൻറ്റും ഒരു ഷെയ്ഡ് കൊള്ളാം. ഇങ്ങനെ ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് ഇങ്ങനെ ലൈക്ക് സ്മഡ്ജായി വരുന്നൊരു പാറ്റേൺ. ആ പാറ്റേണിൽ തന്നെ ഇവിടെ ഒരു ഫുൾ ഒരു കഫ്താനി ടൈപ്പ് കാണുന്നുണ്ട്. അതും കൊള്ളാം. നല്ല ബെൽറ്റുകളുണ്ട് കേട്ടോ. ഫാൻസി ടൈപ്പൊക്കെ വരുന്ന ബെൽറ്റുകൾ നമുക്ക്. നല്ല ക്വാളിറ്റിയുള്ള ക്യാപ്പുകളും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്ന ഈ ക്യാപ്പ് ഞാൻ ഒരു വട്ടം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം അല്ല, കളറ് സെയിമാണ്, പക്ഷെ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ജിം വെയേഴ്സും ടീഷർട്ട്സും പിന്നെ സ്പോർട്സ് ബ്രാ ഒക്കെ ഉണ്ട് കേട്ടോ. സ്പോർട്സ് ബ്രായിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ്. സ്പോർട്സ് ബ്രാ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സ്പോർട്സ് ബ്രാ ആണ്. എനിക്ക് അടിപൊളി കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ കളക്ഷൻ എനിക്ക് ഇഷ്ടം കേട്ടോ. ലൈക്ക് പ്ലെയിൻ ഷർട്ടാണ് വരിക, പക്ഷെ പല കളേഴ്സിലും കണ്ടോ. ഒരു എന്താ പറയുക, ബ്രിക്കിൻ്റെ ഒക്കെ ഒരു റെഡ് കളർ, ആ ഒരു കളറ്. അതിൽ തന്നെ ഓഫ് വൈറ്റ് വരുന്നുണ്ട്. സി കൊള്ളാലെ. ഫുള്ള് ജീൻസിൻ്റെ സെക്ഷൻ, കളർ കൊള്ളാലെ. നല്ല തിളക്കൊക്കെ ഉള്ളൊരു സ്റ്റോൺ, കൊള്ളാലെ. സിമ്പിളായിട്ട് ലെയർ ചെയ്തിടാൻ പറ്റുന്ന തരത്തിൽ, ലെയറായിട്ടും നമുക്ക് സിംഗിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് മൂന്ന് പീസാണ്. അവർ അയൺ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ എല്ലാ
സ്റ്റോറിലും എല്ലാം ഉള്ളതുകൊണ്ടേ നമ്മളിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആക്സസറി ബാഗാണെങ്കിലും കമ്മലാണെങ്കിലും കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും. നല്ല പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള എല്ലാ കളക്ഷൻസും അവർ തന്നെ വയ്ക്കും. അതുകൊണ്ട് നമുക്ക് വേറെ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഈദൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല കളക്ഷൻസും ആയിരിക്കും. അപ്പം ലെറ്റ്സ് സീ. ഞാൻ എന്തായാലും നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം ഈദടുപ്പിച്ച് എന്തായാലും ഒന്ന് വരണം പർച്ചേസ് ചെയ്യാൻ. ആ ഷെയ്ഡിൽ തന്നെയുള്ളൊരു കോട്ട് സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമായി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇവരെ അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയായിട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. വെസ്റ്റേൺ വെയേഴ്സ്, ഇന്ത്യൻ വെയേഴ്സ്, പാർട്ടി വെയേഴ്സ്, അതേപോലെ ഇന്നർ വെയേഴ്സ്, പിന്നെ നൈറ്റ് വെയേഴ്സ്, മാക്സി ടൈപ്പ് ഡ്രസ്സസ്, ഒഫീഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എല്ലാം കളക്ഷൻ വൈസായിട്ട് അവർ സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരെല്ലാം റെഡിയാക്കി വെച്ചത്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ നല്ല റൊമാൻറ്റിക് വൈബിൽ ഒരുങ്ങാൻ പറ്റിയ ഗൗണുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. ബ്ലാക്കൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഷൂസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ബ്രാൻഡ്സും ഒരുവിധം ഉണ്ട്. സ്കെച്ചേഴ്സ്, പ്യൂമ, കാപ്പ, അഡിഡാസ്, ഒരുവിധം എല്ലാ ബ്രാൻഡ്സും ഉണ്ടായിരുന്നു. ബാഗ്സിലാണെങ്കിൽ ഒരു രക്ഷയില്ല. ലക്ഷറി ആയിട്ടുള്ള ബാഗ്സ്, അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പാർട്ടി വെയറിന് കൊണ്ടുപോകാൻ പറ്റുന്നത്, കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ബാഗ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ കുഞ്ഞി പേഴ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു ഡിസൈനായിരുന്നു. നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇടാൻ പറ്റുന്ന ബാഗ്, ചപ്പൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് ഓർണമെൻറ്റ്സ് തപ്പി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമ്പർ ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബാംഗിൾസ് ആയിട്ടും റിങ്സ് ആയിട്ടും നെക്ക് പീസ് ആയിട്ടും ഹെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്സസറീസ് ആയിട്ടും കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ട് ആക്സസറീസ്, പിന്നെ ലെറ്റേഴ്സിൽ പെയർ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസ്, പിന്നെ റെഡിയായി ഇറങ്ങാൻ പെർഫ്യൂം വേണമല്ലോ, അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ. അതിലും ഒരുപാട് കളക്ഷൻസ്. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒരു രക്ഷയില്ല, എല്ലാ ബ്രാൻഡ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും 2-3 ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തു. Which one you try? This one? Yeah. Okay, wait. I will bring the rest of them. അപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. രസമുണ്ട് അത്. പക്ഷെ നൈസ് ക്ലോത്ത് നല്ല ഇട്ടാൽ നല്ല ഇക്ലി ആവുന്ന ടൈപ്പ് ഓഫ് ക്ലോത്താണ്. പക്ഷെ സൈസ് കുറച്ച് വലുതാണ്. ഞാൻ സ്മോൾ അവിടെ ഇല്ല, അപ്പം ഞാൻ മീഡിയം എടുത്ത്. പക്ഷെ ലിറ്റിൽ ബിറ്റ് വൈഡ്, പക്ഷെ കൊള്ളാം. അപ്പം ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പം ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാം. അവിടെ നിന്ന് മേക്കപ്പ് പ്രൊഡക്ട്സ് ട്രൈ ചെയ്തപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെനിക്ക് 2 ടെസ്റ്റർ തന്നിട്ടുണ്ട്, ലൈക്ക് ഫൗണ്ടേഷൻ്റെ. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ക്യൂട്ട് ടെസ്റ്റർ കിട്ടിയിട്ടുണ്ട് ഫൗണ്ടേഷൻ്റെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് മാത്രമല്ല, സാധാരണ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഇത് അതിനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റാണ് അവർ തന്ന ആ ഫൗണ്ടേഷൻ്റെ 2 ബോട്ടിൽസ്. അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂഡായിരുന്നു. ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കും. ആ കാണുന്ന കോർണറിലുള്ള ബിൽഡിംഗ് ആണ്
ഈ ബിൽഡിങ്ങാണ് നമ്മുടെ ഫ്ലാറ്റ്. അങ്ങനെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.